ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഫൈസ് വയാം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്ത് ബെല്ലിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഗെയിമർ ഡാഡ. എല്ലാവരും അതിലാണ് എൻ്റെ ഫിലിമൊക്കെ ചിലപ്പോൾ ഇറക്കുന്നത്. എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം എല്ലാവരും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരാണ് ഫൈസുവയാം 3.0. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ ഷോർട്ട് ഫിലിം നിങ്ങൾ കേട്ടോളൂ. ഇപ്രാവശ്യം എലൈറ്റ് പാസ് ഒക്കെ റിട്ടേൺ വന്നിട്ട് വേണം എല്ലാ ബണ്ടിലും തൂത്തു വരാൻ വേണ്ടിട്ട്. എന്തായാലും ഇനി സ്കൂൾ അടച്ചില്ലേ, നല്ലൊരു തുണി ഷോപ്പിലെങ്ങാനും ജോലിക്ക് കയറണം. എന്റെ 4 വർഷത്തെ ആഗ്രഹമാ ഒരു സെക്കൻഡ് ലൈറ്റ് അക്കൗണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് എനിക്ക് ഒരു സെക്കൻഡ് ലൈറ്റ് അക്കൗണ്ട് വാങ്ങാൻ പറ്റിയില്ല. ഇനി റിട്ടേൺ വരുമ്പോഴെങ്കിലും എടുക്കാൻ നോക്കണം. പക്ഷെങ്കിൽ കാശില്ല. ഒരു ജോലിക്ക് പോയിട്ട് നല്ലോണം കാശ് ഉണ്ടാക്കാൻ നോക്കണം. ഇത് നമ്മുടെ നാട്ടിലെ നൂപനല്ലേ, ഇവരെന്തിനിപ്പോ റിക്വസ്റ്റ് വിടുന്നേ? എന്തായാലും റിജക്ട് ചെയ്ത് വിട്ടേക്കാം. എന്തായാലും ഇന്ന് കയറിയതല്ലേ, ഒരു റാങ്ക്ഡ് മാച്ച് കളിച്ചിട്ട് ബാക്ക് അടിക്കാം. ചേടാ, ഈ നൂപനെ കൊണ്ട് ശല്യമായല്ലോ. ഇവനാണെങ്കിൽ ഇൻവൈറ്റ് ചെയ്തോണ്ടിരിക്കുക. പറഞ്ഞതുപോലെ ഞാൻ ഇതിനടക്കല്ലേ അവനിടുന്ന് 1000 രൂപ കടം വാങ്ങിയത്. ചേടാ, എനിക്കാണ് പിന്നെ അത് കൊടുക്കാനും പറ്റിയിട്ടില്ലല്ലോ. എന്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ 5ന്റെ പൈസയും ഇല്ല. ചേടാ, ഇനിയിപ്പോ എന്താ ചെയ്യുക? അവൻ സ്ക്വാഡിലേക്ക് വന്നാല് എന്തായാലും കാശ് ചോദിക്കും. ദാണ്ട് അവൻ വീണ്ടും റിക്വസ്റ്റ് വിട്ട്. ഇനി എടുക്കാതിരുന്ന ശരിയാവത്തില്ലെന്നാ തോന്നുന്നേ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, വരുന്നിടത്ത് വെച്ച് കാണാം. ചേട്ടാ, എത്തോടെ റിക്വസ്റ്റ് അയക്കണ്ടേ? ആളെ കളിയാക്കണോ? ആർ യു ഫൂൾ മീ? ഐ ആം നോട്ട് ഫൂൾ. ഐ ആം CBSE സ്റ്റുഡന്റ്. ഓക്കേ. എടാ അനിയ, എന്തൊക്കെയുണ്ടാ? സുഖല്ലേ? നിന്റെ നാട്ടിലൊന്നും കാണാറില്ലല്ലോ. എവിടെയാ? എന്ത്? എന്നെ നാട്ടിൽ കാണാറില്ലെന്നോ? ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പാ. ചേട്ടൻ എന്റെ കയ്യിൽ നിന്ന് 1000 രൂപ വാങ്ങിയിട്ട് ഇതുവരെയായിട്ട് തിരിച്ചു തന്നില്ലല്ലോ. അതിനുശേഷം ചേട്ടനെ കണ്ടിട്ടുമില്ല. എടാ അനിയ, ഞാൻ നിന്നെ കൊറേ പെരുതിയായിരുന്നടാ. നിന്നെ കാണണ്ടേ? ഞാൻ കാശെടുത്ത് വന്നായിരുന്നു, പക്ഷെ നിന്നെ കണ്ടില്ല. അങ്ങനെയാണോ? പക്ഷെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. എടാളിയാ, ഞാൻ സത്യം പറയായിരുന്നടാ. ഞാൻ കറക്റ്റ് 1000 രൂപ എടുത്ത് വീട്ടിലൊക്കെ വന്നായിരുന്നല്ലോ, പക്ഷെ നീ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാ പിന്നെ ചേട്ടനൊരു കാര്യം ചെയ്യ്. ഞാനില്ലേ QR കോഡ് ഇട്ടുതരാം. ചേട്ടൻ അതിലേക്ക് എന്റെ ക്യാഷ് ഇപ്പൊ തന്നെ ഇട്ടുതരാം. ബാങ്ക് അക്കൗണ്ട് അല്ലേ? ഓക്കേടാ, ഇടാ. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ QR കോഡ് അയച്ചുതരാം. ചേട്ടന്റെ വാട്സപ്പ് നമ്പർ എനിക്കൊന്ന് പറഞ്ഞാ. വാട്സപ്പ് നമ്പർ അല്ലേ? വാട്സപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ലല്ലോ. എടാ ബ്രോ, വാട്സപ്പ് ഇല്ല കേട്ടോ. സോറി കേട്ടോ, വാട്സപ്പ് ഇല്ല. വാട്സപ്പ് ഇല്ലേ? പിന്നെ എങ്ങനെ ഞാൻ QR കോഡ് അയക്കുന്നേ? അതാണ് പ്രശ്നം, അയക്കാൻ പറ്റത്തില്ലടാ. അയക്കാൻ പറ്റത്തില്ലെന്നോ? ഏഴാളിയാ, അത് കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ നിന്നെ കാണുമ്പോ അങ്ങനെ ഞാൻ തന്നോളാം. അതൊന്നും പറ്റത്തില്ല, എന്നെ പറ്റിക്കാനല്ലേ. ചേട്ടൻ ഇൻസ്റ്റാഗ്രാം ഇല്ലേ, അതിലൂടെ അയക്ക്. ഇൻസ്റ്റാഗ്രാമോ? എടാളിയാ, ഇൻസ്റ്റാഗ്രാം എനിക്ക് ഇല്ല. ചേട്ടൻ നോണയൊന്നും പറയണ്ട. ഇന്നലെ ഞാൻ ചേട്ടന്റെ സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞതാ. ഇൻസ്റ്റാഗ്രാം ഉണ്ട്. എന്നാ പിന്നെ ഞാൻ അതിലയച്ചോ നീ. ശരി, ഞാൻ ഇപ്പൊ തന്നെ അതിലേക്ക് എന്റെ QR കോഡ് ഇട്ടേക്കാം. എന്നിട്ട് എന്റെ ക്യാഷ് ഇപ്പൊ തന്നെ ഇട്ടാ കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഫുൾ മാപ്പ് പോവാം. കൊറേ നാളായി ഗെയിമൊക്കെ ഒന്ന് കളിച്ചിട്ട്. കിട്ടി, ഒരു വഴിയുണ്ട്. എന്താ? ചേട്ടനൊന്നും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. എടാ അനിയ, നിനക്ക് തോന്നിയതായിരിക്കും. ശരി, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ QR കോഡ് ഇട്ടേരാം. ചേട്ടൻ ക്യാഷ് അയക്ക് പെട്ടെന്ന്. എടാ അനിയ, ഞാനൊന്നും എന്നോട് പറയാൻ വരുമായിരുന്നു കേട്ടോ. എന്താ കാര്യം? എടാ അനിയ, നീ നല്ല റിച്ചും ആണ്. നീ നല്ല രീതിയിൽ കളിക്കും ചെയ്യും. അക്കൗണ്ട് മാത്രം നൂബാണെന്നല്ലേ ഉള്ളൂ. നീ നല്ല രീതിയിൽ ചിന്തിച്ച് കളിക്കുന്ന നല്ല സൂപ്പർ പ്ലെയറും ആണ്. അതൊക്കെ ശരിയാണ് കേട്ടോ. എടാ അനിയ, അപ്പൊ നിന്റെ സ്റ്റാൻഡേർഡിന് ചേർന്നാണോ ഈ ക്യാഷ് ഒക്കെ ചോദിച്ചു വാങ്ങുന്നതൊക്കെ? അതൊക്കെ നാണക്കേടല്ലേ? ചേട്ടൻ എന്താ ഈ പറഞ്ഞു തരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടാ അനിയ, അതായത് നമുക്ക് ഒരു 1v1 കളിക്കാം. എന്നിട്ട് അതിൽ നീ ജയിക്കുവാണെങ്കിൽ ഞാൻ നിനക്ക് 1000 രൂപ തരാം. അഥവാ നീ തോൽക്കുവാണെങ്കിൽ നിനക്ക് ഞാൻ 1000 രൂപ തരേണ്ട ആവശ്യമില്ല. എന്താ, അത് സെറ്റ് അല്ലേ? അത് സെറ്റൊക്കെയാണ്. പക്ഷേങ്കില് എടാ അനിയ, ഒരു പക്ഷേങ്കിലും ഇല്ല. ഫിക്സ്. നീയേ ജയിക്കാൻ പോകുമല്ലോ, പിന്നെന്തിനാ നീ പേടിക്കുന്നേ? എന്നാ പിന്നെ ശരി, റൂം റേറ്റാക്ക് കളിക്കാം. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ.
എടാനിയ അപ്പൊ ഞാനല്ലേ കളിയിൽ ജയിച്ചത്. അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? അല്ലെങ്കിലും ഈ ജിയോ സിമ്മിന് എന്റെ വീട്ടില് തീരെ റേഞ്ച് ഇല്ല, അതുകൊണ്ടാ ഞാൻ ഈ കളി പൊട്ടിപ്പോയത്. അല്ലെങ്കിൽ ഞാൻ ജയിക്കേണ്ട കളിയായത്. അത് ശരിയാണ്. നീ നല്ല രീതിയിൽ കളിച്ചായിരുന്നു കേട്ടോ. സൂപ്പർ. ആ ചേട്ടാ, നെറ്റിന്റെ ഒരു പ്രശ്നം കൊണ്ടാ, അല്ലെങ്കിൽ ഈ കളി ഞാൻ എടുക്കേണ്ടതാ. എന്നാലും ചേട്ടൻ സൂപ്പറായി കളിച്ചു കേട്ടോ. എന്റെ അത്ര ഗ്ലൂ ആൻ സ്പീഡ് ഇല്ല, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് കളിച്ചു കേട്ടോ ചേട്ടാ. പിന്നെ ഹെഡ് ഷോട്ട് ഒക്കെ അടിക്കുമ്പോ നോക്കിയിട്ടൊക്കെ അടിക്കണം കേട്ടോ, എന്നാലും തലയിലൊക്കെ മര്യാദക്ക് കയറുള്ളൂ. പിന്നെ അത് മാത്രമല്ല, മൂവ്മെന്റ് സ്പീഡും എന്റെ അത്ര എത്തിയിട്ടില്ല കേട്ടോ. ഇമ്പ്രൂവ് ചെയ്താൽ മതി, സമയമുണ്ടല്ലോ. കളിച്ചു പഠിക്കണം കേട്ടോ നല്ല രീതിയിൽ. താങ്ക്സ് റാനിയ, നീ പറഞ്ഞ എന്തായാലും നന്നായി. ഞാൻ ഇമ്പ്രൂവ് ചെയ്തോളാം കേട്ടോ. ശരി ശരി. ഏടാനിയ നീ ഇപ്പൊ എത്ര ക്ലാസ്സിലേക്കായി? എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലാത്തോണ്ടാ. ഞാനോ? ഞാനിപ്പോ 2ാം ക്ലാസ്സിലേക്ക് ആയി ചേട്ടാ. ചേട്ടനോ? ചേട്ടനിപ്പോ എത്ര ക്ലാസ്സിലാ? എടാ ഞാൻ ഡിഗ്രി ആണ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ. അതൊക്കെ എന്താ 2ാം ക്ലാസ്സിന് മുകളിലായിരിക്കുമല്ലോ എന്തായാലും. അതെ. എനിക്ക് തോന്നി ചേട്ടാ. എന്നാ പിന്നെ ശരി, എന്നാ നല്ല ക്ഷീണം, ഞാനൊന്ന് പോയി ഉറങ്ങട്ടെ. ഏടാനിയ അപ്പൊ നീയല്ലേ പറഞ്ഞത് ഫുൾ മാപ്പ് കളിക്കാന്നൊക്കെ? വേണ്ട ചേട്ടാ, കസ്റ്റമർ കളിച്ചപ്പോ തന്നെ വയറ് നിറഞ്ഞു. ഞാൻ ഇനി പോയി ഒന്ന് കുറച്ചൊന്ന് ഉറങ്ങട്ടെ, ഒടുക്കത്തെ ക്ഷീണം. എന്നാ പിന്നെ ഓക്കെടാ. ശരി കാണാം. ഇവനൊരു മണ്ടനാണല്ലോ. വിചാരിച്ചതുപോലെ അല്ല. അങ്ങനെ 1000 രൂപ കൊടുക്കാതെ മണ്ടനെ പറ്റിച്ചു. എന്തായാലും കൊള്ളാം. ഇങ്ങനൊരു മണ്ടൻ സ്വപ്നങ്ങളിൽ മാത്രം. എന്നാ പിന്നെ ഞാൻ ഫുൾ മാപ്പ് എടുത്ത് സ്റ്റാർട്ട് അടിക്കട്ടെ.